ഓരോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴാണ് ഒരു റൺ എടുത്താലാണ് 10 റൺ എടുക്കാൻ പറ്റുള്ളൂ. 10 റൺ എടുക്കാൻ 20 ആവുള്ളൂ, 50. വീണ്ടും അഗെയിൻ വി വിൽ സ്റ്റാർട്ട് എ ന്യൂ ഇന്നിങ്സ്. കളിയിലെ ഒരു മാനേജ്മെൻറ്റ് തിയറിയാണ് ഞങ്ങൾ ഈ ബിസിനസ്സിലേക്കും അപ്ലൈ ചെയ്തത്. 100 അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ടാർഗറ്റോടുകൂടി ഒരു സെഞ്ചുറി അടിക്കുന്ന ബാറ്റ്സ്മാൻ്റെ പ്രതീതിയോട് കൂടിയിട്ടാണ് ഞാൻ ബിസിനസ്സിനെ കാണുന്നത്. ആശയം എന്ന് പറയുന്നത് ഗ്ലോബലി ഒരു ബ്രാൻഡായി മാറുക എന്നുള്ളതാണ്, ഒരു ഗ്ലോബൽ പ്രസൻസ് ഉള്ളത്. ആ ഗ്ലോബൽ ബ്രാൻഡിൻ്റെ ഒരു ലാബോറട്ടറി എന്ന് പറയുന്നത് ശരിക്കും ദുബായ് ആണ്. അപ്പോൾ ദുബായിലാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റോർ ഇടുന്നത്. ഈ വർഷം കൊണ്ട് ഞങ്ങൾ 9 സ്റ്റോഴ്സാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ആ 9 സ്റ്റോഴ്സിൽ 8 സ്റ്റോഴ്സും ആക്ച്വലി വരുന്നത് ദുബായിൽ തന്നെയാണ് നമ്മളത് വരുന്നത്. ദുബായ് മീൻസ് UAE ബേസ്ഡ് ആയിട്ടാണ്. ഇന്ത്യ ഈസ് എ വെരി ബിഗസ്റ്റ് മാർക്കറ്റ് ഫോർ ജ്വല്ലറി. ഓർഗനൈസ്ഡ് ജ്വല്ലറി മാർക്കറ്റിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പം 2000 നോക്കുകയാണെങ്കിൽ ഹാർഡ്ലി 2% ആണ് ഓർഗനൈസ്ഡ് പ്ലെയർ ആയുള്ളൂ. അത് 2000 ഇപ്പോഴും നോക്കുകയാണെങ്കിൽ 30% ആണ്. ബൈ 2028 ആൻഡ് 45 സ്റ്റിൽ ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങളെ ബ്രാൻഡിലേക്കാണ്. ഈ IPO റെഡി ആകുമ്പോൾ ഇതിൻ്റെ ഒരു വാല്യുവേഷൻ ഇൻറ്റു മിനിമം ഓഫ് 3 times ആണ്. വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് 10x ആക്കിയിട്ട് അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുക എന്നുള്ളതാണ്. ഞങ്ങളൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ വാല്യൂ പാർട്ട്നേഴ്സിന് ഫെയർ റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഈ ബിസിനസ് നടക്കുന്നത്. അതിൻ്റെ ഒരു സ്ട്രോങ്നെസ് ഞങ്ങളാണ് 3 ബ്രദേഴ്സാണ്. അപ്പോൾ ദേ ആർ ഓൾ ലയബിൾ ടു ഓൾ ദ ഇൻവെസ്റ്റേഴ്സ്. ആ ഒരു വിശ്വാസം, ആ ട്രസ്റ്റും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യം കൂടി ചെയ്തത്. ഇപ്പോൾ ഞാൻ ഇൻ മൈ ആബ്സെൻസ് ഈ ബിസിനസ് എന്താണെന്നുള്ള ക്വസ്റ്റ്യനാണ് അടുത്ത തലമുറകളും കൂടി ഇതിലെന്താണ് ഭാഗവാക്കാണെന്നുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങളതിനെ സ്ട്രക്ചർ ചെയ്യുന്നത്. ഒരു ഫാമിലി കൺസെപ്റ്റിലൂടെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ളതാണ്. ഏതൊരു ഇൻവെസ്റ്റേഴ്സിനും, വെദർ ഞാനായിക്കോട്ടെ, ഒരു നല്ലൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അയാളൊരു സെർട്ടൻ പോർട്ട്ഫോളിയോ റിയൽ എസ്റ്റേറ്റിലേക്ക് മാറ്റിയേക്കണം. ഒരു വീട് അനിവാര്യമാണ്, ചിലപ്പോൾ മറ്റ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആവശ്യമായിരിക്കും. ഗോൾഡ് അനിവാര്യമാണ്, കാരണം ഗോൾഡ് എവർ അപ്രീഷിയേറ്റിംഗ് ആയിട്ടുള്ളൊരു അസറ്റാണ്. ഈ സ്റ്റോറിയാണ് ഞാൻ കപിൽ ദേവ് ആയിട്ട് നരേറ്റ് ചെയ്യുന്നത്. കപിൽ ദേവ് വാസ് വെരി ഇംപ്രസ്ഡ്, കാരണം തൻ്റെ പേരിൽ ഒരു ലോർഡ്സ് 83 എന്നാണ് അതിൻ്റെ പേര്. ലോർഡ്സ് 83 ഇന്ത്യ വിൻ ചെയ്ത മൂവ്മെൻ്റാണ്. അപ്പോൾ ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് കപിൽ ദേവാണ്. കപിൽ ദേവിനെയാണ് ഒരു കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് നമ്മൾ അതിൽ വെച്ചിരിക്കുന്നത്. അതിനെ ബേസ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോറി പറയുന്നത്. ക്രിക്കറ്റിനെ പ്രാണനായി കൊണ്ട് നടക്കുന്ന ഒരാൾ, കേരള ക്രിക്കറ്റ് അസോസിയേഷന് കീഴിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ. എന്നാൽ ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് വ്യത്യസ്ത മേഖലകളിൽ വിജയം വരിച്ച സംരംഭകനായാണ്. വയനാടിൻ്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച ആഗോള വിപണികളിലേക്ക് ചുവടുറപ്പിക്കുന്ന മോറിക്യാപ്പിൻ്റെ അമരക്കാരൻ നിഷിൻ തസ്ലീം. ഹോസ്പിറ്റാലിറ്റിയിലും റീറ്റെയിലും പുതിയ ചരിത്രം കുറിക്കുകയാണ് നിഷിനും മോറിക്യാപ്പും. 700ഓളം സംരംഭകരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സംരംഭക യാത്രയെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ബേസിക്കലി ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു, പക്ഷേ ഒരു സംരംഭകത്വ മനസ്സാണ് കിടക്കുന്നത്. കാരണം ഗ്രാൻഡ് പാരൻസ് മുതൽ ബിസിനസ്സുകാരാണ്. എങ്ങനെയാണ് ഒരു പൂർണ്ണസമയ ബിസിനസ്സുകാരനായിട്ടൊരു മാറ്റം വന്നത്? ഞാൻ ജനിച്ചത് വയനാട്ടിലാണ്. അപ്പോൾ ഞാൻ വളർന്നത് ഇതേപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസ്, 2 ഗ്രാൻഡ് പാരൻസും അവർ ബിസിനസ്സിലാണ്. അവരെ കാലശേഷം അവർ ഏജ്ഡ് ആയപ്പോൾ എൻ്റെ ഫാദറാണ്, അതേപോലെ തന്നെ ഫാദറിൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ ബിസിനസ്സിലായിരുന്നു. അതേപോലെ അമ്മയുടെ അമ്മാവന്മാരും ഈ ബിസിനസ്സിലേക്കാണ് വന്നിരുന്നത്. അങ്ങനെ അവരെ പലരും പല ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള ബിസിനസ്സാണ് ചെയ്തിരുന്നത്. റീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു, ലൈക്ക് ജ്വല്ലറി ബിസിനസ് ഉണ്ടായിരുന്നു, ക്ലോത്തിങ് ബിസിനസ് ഉണ്ടായിരുന്നു, കോഫി മർച്ചൻഡൈസിങ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കോഫി പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിലാണ് എല്ലാവരും കഴിവ് തെളിയിച്ചത്. ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു, റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ബിസിനസ്സും അതേപോലെ തന്നെ കൃഷിയും അതോടൊപ്പം തന്നെ കണ്ടിട്ടാണ് വളർന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾക്ക് റൈസ് മില്ലായിരുന്നു. ആ റൈസ് മില്ല് വയനാട് എന്ന് പറയുമ്പോൾ വയൽനാടാണല്ലോ. അപ്പോൾ ഒരുപാട് ജോലിക്കാരും വയൽ കൃഷിയും അങ്ങനെയൊക്കെയാണ് വളർന്നത്. അപ്പോൾ അതിലൂടെയാണ് ബിസിനസ്സിൽ പിന്നെ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ പിന്നീട് അന്ന് എഡ്യൂക്കേഷൻ വലിയ ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. ഒരു ഫാമിലി ആയിട്ട് ബിസിനസ് തുടർന്ന് വരിക. അപ്പോൾ എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ 83 ബോണാണ്. 83ക്ക് ശേഷം എൻ്റെ എഡ്യൂക്കേഷനൊക്കെ ആയി വരുമ്പം അന്നത്തെ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കൊടുത്തത്. അന്ന് ഒബ്വിയസ്ലി ഡോക്ടറും എൻജിനീയേഴ്സും അഡ്വക്കേറ്റാണ് നമ്മളെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എല്ലാവരും ചോദിക്കുക. പക്ഷേ വ്യത്യസ്തമായിട്ട് ബിസിനസ്സിലേക്ക് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ് നമ്മളത്. അന്നൊക്കെ വളരെ കുറഞ്ഞ പരിജ്ഞാനമായി MBAക്കുള്ളൂ, അല്ലെങ്കിൽ കൊമേഴ്സ് ഉണ്ടായിരുന്നു, BCom ഉണ്ടായിരുന്നു. പക്ഷേ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലൊരു കോഴ്സ് അതിൻ്റെ ഒരു നല്ലൊരു കാലഘട്ടം തുടങ്ങുന്ന സമയത്ത് തന്നെ
അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് കൊണ്ടാണ് ഈ ബിസിനസ്സിലേക്ക് എത്താനും അതിലൊരു പ്രൊഫഷണലിസം കൊണ്ടുവരാനും അത് സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിയത്. ആദ്യം തുടക്കം പക്ഷേ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു അല്ലേ? അതെ അതെ അതെ. ഞാൻ 10 വർഷം എൻ്റെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഞാൻ കഴിഞ്ഞത് ബാംഗ്ലൂരാണ്. എൻ്റെ സ്പെഷ്യലൈസേഷൻ റീറ്റെയിൽ ഓപ്പറേഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ മാർക്കറ്റിങ്ങിലൂടെ ഞാനൊരു അന്നത്തെ റീറ്റെയിലിൽ നമ്മളെ മേജർ കേസ് സ്റ്റഡീസൊക്കെ വരിക കേരളത്തിലുള്ള കേസ് സ്റ്റഡീസ്. കേരളം ഒരു കൺസ്യൂമർ അന്നത്തെ ഒരു എനിക്കൊന്നും ഇപ്പോൾ അത് ഉണ്ടോയെന്നറിയില്ല, മാർജിൻ ഫ്രീ ഷോപ്സ്, സൂപ്പർ മാർക്കറ്റായിരുന്നു അന്നത്തെ ഒരു കേസ് സ്റ്റഡിയൊക്കെ. ഒരു കൺസ്യൂമർ സ്റ്റേറ്റായ കേരളത്തിൽ എങ്ങനെ ഒരു റീറ്റെയിൽ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു മോഡലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇൻസ്പയർഡായി ഞാനും സ്വാഭാവികമായിട്ടും എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ കൂടുതലും കണ്ട ബിസിനസ് ജ്വല്ലറി ബിസിനസ്സാണ്. എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. വി ആർ ഇൻ ടു മൾട്ടിപ്പിൾ ബിസിനസ്. ഓട്ടോമൊബൈൽ ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതലും എന്നെ താല്പര്യപ്പെടുത്തിയത് ജ്വല്ലറി ബിസിനസ്സായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഒരു ഗ്രോയിങ് കമ്പനീൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ആ ഗ്രോയിങ് കമ്പനിയിൽ ഒരുപാട് കൺസൾട്ടൻറ്റും അതേപോലെ തന്നെ ഒരുപാട് മാനേജ്മെൻറ്റിൻ്റെ ടോപ്പ് ക്ലാസ്സും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ വന്നപ്പോൾ അതിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയതിലൂടെ ഒരുപാട് പ്രൊഫഷണലിസം ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും അതിൻ്റെ ഒരു സ്കെയിലബിൾ ബിസിനസ് മോഡൽ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു നോളജും ഒരു 10 വർഷം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. പക്ഷെ തുടക്കമിട്ടത് പക്ഷേ റിയൽ എസ്റ്റേറ്റിലാണ്. അതെ, സ്വാഭാവികമായിട്ടും ഞങ്ങളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനൊരു ഇതിനൊരു ഇൻസ്പയർഡ് ആയത് അന്ന് ഒരു മൂവിയാണ്, എന്താണ് ഉസ്താദ് ഹോട്ടൽ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ബിസിനസ്സിൽ ഒരു കേസ് സ്റ്റഡി, ഒരു ട്രെയിനർ വന്ന് കേസ് സ്റ്റഡി പറയാണ് അബൌട്ട് രണ്ടാളെ ക്യാരക്ടറിസ്റ്റിക്കും പറയാണ് എങ്ങനെയാണ് ബിസിനസ്സും എത്തിക്സും. അപ്പോൾ ഞാൻ ഒരുപാട് ഇൻസ്പയർഡ്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറെ കൂടെ ഞാൻ ചെറുതാകുമ്പം ഹോട്ടലിലായിരുന്നു പോകുന്നത്, റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ ഒരുപാട് ആ മൂവി ഒരു കൈൻഡ് ഓഫ് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹോട്ടൽ ഇൻഡസ്ട്രി എനിക്ക് ഒരു പാഷനേറ്റായിട്ട് എനിക്ക് തോന്നി. അതിനുള്ള അവസരങ്ങൾ പിന്നീട് എന്ന് പറയുമ്പോൾ ഒരു ജ്വല്ലറി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂച്വൽ കമ്മിറ്റ്മെൻ്റ് ആണ്. ഒരു 5 ഇയേഴ്സ് നമുക്ക് മറ്റ് പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നത്, സിമിലർ ബിസിനസ് ചെയ്യുന്നത് ഒരു എത്തിക്കൽ അല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റർ ചെയ്ത ബിസിനസ്സാണ് ഹോട്ടൽ ബിസിനസ്. അതൊരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു. അന്ന് ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പം ഒരുപാട് കർണാടകത്തിലുള്ള ആളുകൾ ഞാൻ നാട്ടിലേക്ക് ലീവിന് പോകുമ്പോൾ ഒരുപാട് കർണാടക ഉണ്ട്. പക്ഷേ ഒരുപാട് റിസോർട്ടുകൾ വന്ന് ഇങ്ങനെ ബൂം ചെയ്യുന്ന ആ സമയത്താണ് അങ്ങനെ ഞങ്ങളൊരു 120 ഏക്കേഴ്സാണ് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷന് 8 ഏക്കേഴ്സ് ലാൻഡ് ഞങ്ങളൊരു GRT എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിന് നമ്മൾ സെല് ചെയ്തിരുന്നു. അപ്പോൾ അവർ റിസോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്ത് വൈ കാൺ വി തിങ്ക് അബൌട്ട് ഒരു റിസോർട്ടിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയിലൊരു യാത്ര പോകാൻ എനിക്ക് അവസരം കിട്ടി സ്വിറ്റ്സർലാൻഡിലേക്ക്. അപ്പോൾ ആ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലിലും ആ ഒരു ബിസിനസ് മോഡലിലാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു മൈൻഡ് സെറ്റോടെ ലോകത്തിലെ ഏറ്റവും ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആവുക എന്നുള്ളതാണ് ഞങ്ങളൊരു മനസ്സിലുള്ള എന്നുണ്ടായിരുന്നൊരു ആശയം. ഈ ബിസിനസ്സിലേക്കൊക്കെ വന്നപ്പോൾ എൻ്റെ ഡ്യൂറിങ് ഈ ഒരു 10 വർഷം ഞാൻ വർക്ക് ചെയ്തപ്പോൾ ആ കമ്പനി ഒരു ഗ്ലോബൽ ബ്രാൻഡായി വളരുക എന്നുള്ളതാണ്. അതോടൊപ്പം എൻ്റെ മൈൻഡിലും ഒരു ഗ്ലോബൽ ബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കാനും ആ ബ്രാൻഡിനെ കുറിച്ച് നോളജ് ഉണ്ടാക്കാനും എനിക്ക് അതെങ്ങനെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു നോളജ് കിട്ടിയതുകൊണ്ട് ഞാനും ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ്, എക്സ്പോഷറോട് കൂടിയിട്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. റിസോർട്ട് തുടങ്ങി അതെ, ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു തട്ടിക്കൂട്ടി ഞങ്ങളൊരു ബിസിനസ്സിലുള്ള കാശ് കൊണ്ട് എല്ലാവരും ചെറിയ ലെവലിൽ തുടങ്ങാമെന്നാണ് എല്ലാവരും പറയും. പക്ഷേ ഞങ്ങളൊരു ലോങ് വിഷനോട് കൂടിയിട്ടാണ് നമ്മളത് തുടങ്ങിയത്. കാരണം എന്ന് പറഞ്ഞാൽ അത് 5 സ്റ്റാർ റിസോർട്ടായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 സ്റ്റാർ കൺസൾട്ടൻ്റ് വെച്ച് 5 സ്റ്റാർ മേ ബി ഒബ്രോയിൻ്റെ ഒരു കൺസൾട്ടൻ്റാണ് നമുക്ക് ഇനീഷ്യലി അതിൻ്റെ കൺസൾട്ടേഷനായിട്ട് വന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളൊരു വിഷൻ ചെയ്തിരിക്കുന്നത് വി ആർ ന്യൂ ടു ദാറ്റ് ബിസിനസ്. ഞങ്ങൾ ചൈൽഡ്ഹുഡിൽ കാണുക എന്നല്ലാതെ ആ ബിസിനസ് ഈ ബിസിനസ് റിസോർട്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് ഹോട്ടൽ ബിസിനസ്സും ലോഡ്ജിങ്ങും തമ്മിൽ മേ ബി പ്രോസസ്സൊക്കെ സെയിം ആയിരിക്കാം, പക്ഷേ കസ്റ്റമർ എക്സ്പീരിയൻസും എല്ലാം എൻ്റയർലി ഒരു 5 സ്റ്റാർ ടോപ്പ് നോച്ച് ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് കുറേ കൺസൾട്ടൻറ്റിനെ ഇൻവോൾവ് ചെയ്ത്, ലൈക്ക് ഒബ്രായിലൊരു ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ശിവജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസൾട്ടൻറ്റ് ഞങ്ങളും അതിൻ്റെ കൂടെ തന്നെ പഠിച്ചെടുത്തു എങ്ങനെയാണ് ഒരു 5 സ്റ്റാർ റിസോർട്ട് തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ അതിലേക്കാണ് ഞങ്ങൾ മോറിക്യാപ്പിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലാണ്. ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് കാശും അതേപോലെ തന്നെ ഫ്രാക്ഷണൽ ഓണർഷിപ്പ് കുറച്ച് ആളുകൾക്ക് അതിൻ്റെ 50% ഓണർഷിപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ബിസിനസ്സിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് വി വാണ്ട് ടു കോമ്പീറ്റ് ദ മാർക്കറ്റ് ആൻഡ് മാർക്കറ്റിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിരുന്നു നമ്മളെ ലക്ഷ്യം.
അത് നമ്മൾ എത്ര നിക്ഷേപകരെ കൂട്ടിക്കൊണ്ടാണ് ഇത് തുടങ്ങിയത്? യഥാർത്ഥത്തിൽ നിക്ഷേപകരങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നെസസിറ്റി ഈസ് മദർ ഓഫ് ഇൻവെൻഷൻ. അപ്പോൾ അന്നത്തെ എന്താണ് ഞങ്ങളൊരു കൺസെപ്റ്റിൽ അന്ന് താജ് എന്ന് പറഞ്ഞ ബ്രാൻഡ് വയനാട്ടിലേക്ക് വരികയാണ്. സോ ഡെസ്റ്റിനേഷൻ ഈസ് ഗോയിങ് ടു ബൂം. അപ്പോൾ അവിടെ എന്താണ് ഒരുപാട് ആളുകൾ അട്രാക്ഷൻ ഉണ്ടാകും, ആ മാർക്കറ്റിൽ ഒരു ഷെയർ നമുക്ക് കിട്ടുന്നുള്ളതായിരുന്നു നമ്മളൊരു കാൽക്കുലേഷൻ. ഇപ്പോൾ ബേസിക്കലി നമ്മളൊരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അവിടെയുള്ളൊരു മാർക്കറ്റിലുള്ള എന്താണ് ഞങ്ങളെ കാറ്റഗറിയിലുള്ള ആളുകളെ കുറിച്ച് ഞങ്ങൾ പഠിച്ചു. ഈ ഇൻഡസ്ട്രിയിലേക്ക് എന്താണ് ഒരു സാധാരണ ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഹോട്ടലോ അല്ലാതെ ഒരു റിസോർട്ടിലേക്കുള്ള ഒരു കേസ് സ്റ്റഡി നമ്മൾ നടത്തിയപ്പോഴും ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റിലൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഫാമിലി ഒരുപാട് യാത്രകൾക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. പണ്ടൊക്കെ ഞാനൊരു കോമ്പറ്റീറ്റർ പഠിച്ചപ്പോൾ ആ കോമ്പറ്റീറ്ററിൻ്റെ ശരിയായിട്ട് എന്താണ് പേര് തന്നെ എന്താണ് ഹണിമൂൺ വില്ല, ഹണിമൂൺ കോട്ടേജ് ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് അറൗണ്ട് 30-35 ഇയേഴ്സ് ബാക്കുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയത് എന്താണ് അന്നൊക്കെ ഒരു ഹണിമൂൺ കപ്പിൾസ് മാത്രമായിരുന്നു യാത്ര ചെയ്തിരുന്നത്. എന്നാൽ ഇന്നെന്താണ് ഫാമിലിയാണ്. അപ്പോൾ ഫാമിലിക്കുള്ളൊരു എൻവയറമെൻറ്റിലൊരു പ്രോപ്പർട്ടീൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ അത് ബേസ്ഡ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊജക്റ്റിനെ ഡിസൈൻ ചെയ്തതും എല്ലാ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തതും ആ എക്സ്പീരിയൻസാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. സോ ഫാർ എന്താണ് മാർക്കറ്റിൽ ആ ഡിമാൻഡ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റി, ആ ക്യാപ്ചറിലൂടെ നമുക്ക് എന്താണ് സക്സസ് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ആ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തുകൊണ്ട്. റിയൽ എസ്റ്റേറ്റിൽ നിന്ന് പിന്നെ നേരെ പോയത് ഗോൾഡിലേക്കാണ്, റീറ്റെയിലിംഗിലേക്കാണ്? അങ്ങനെയല്ല, റിയൽ എസ്റ്റേറ്റിൽ നിന്ന് നേരിട്ടല്ല, ഞങ്ങളൊരു പാഷനേറ്റ് ആയിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വന്നു, റിയൽ എസ്റ്റേറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു. ലൈക്ക് ഞങ്ങൾ വീണ്ടും ഒരു പ്രൊജക്റ്റ് ചെയ്തു, ലോർഡ്സ് 83 എന്ന് പറഞ്ഞിട്ട്. ലോർഡ്സ് 83 എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് തീംഡ് റിസോർട്ടാണ്. ഡ്യൂറിങ് കോവിഡ് ടൈമിലാണ് ശരിക്കും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അത് BCCIൻ്റെ ഒരു ജോയിൻറ്റ് സെക്രട്ടറി ഞങ്ങൾ റിസോർട്ടിൽ താമസിക്കാൻ വന്നു. അപ്പോൾ വയനാടിൻ്റെ അതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ടൂറിസം മാർക്കറ്റിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി. ഗ്രൗണ്ട് എന്ന് പറയുന്നത് വയനാട്ടിലൊരു വെരി ബ്യൂട്ടിഫുൾ ഗ്രൗണ്ടാണ്. ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് വയനാട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ബ്യൂട്ടിഫുള്ളായ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ടൂറിസം കൂടി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ആശയം നമ്മളോട് പങ്കുവച്ചു. ആ ആശയം പങ്കുവച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ ക്രിക്കറ്റും കോർപ്പറേറ്റ്സും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ഇപ്പോൾ ഒരുപാട് കോർപ്പറേറ്റ്സ് കമ്പനികൾ ക്രിക്കറ്റ് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ഈ കഴിഞ്ഞൊരു വർഷം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബുക്കിങ്ങുള്ള ഗ്രൂപ്പ് ബുക്കിംഗ് ആണ്. മോസ്റ്റ്ലി കോർപ്പറേറ്റ്സ് ആണ്, സ്കൂൾ സ്റ്റുഡൻസ് ആണ്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 90% ഓക്യുപ്പൻസിയിലാണ് നമ്മളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ നിന്നാണ് അതിൽ ഞങ്ങൾ 100% ഏകദേശം എന്താണ് ഇൻവെസ്റ്റേഴ്സാണ് വന്നത്. കാരണം ഫസ്റ്റ് പ്രൊജക്റ്റിലാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്, രണ്ടാമത്തെ പ്രൊജക്റ്റിൽ കുറേ കൂടി എന്താണ് ഇൻവെസ്റ്റേഴ്സാണ് അതിലേക്ക് വന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു സർക്കിൾ ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ഗ്ലോബൽ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളായിരുന്നു. അപ്പോൾ ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ ഹെൽപ്പോടുകൂടി മോസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ആർ ഫ്രം NRI ആണ്. ആ NRI ഉള്ള ആളുകളാണ് ഞങ്ങൾ റിസോർട്ടിൽ ഗസ്റ്റായി വരുന്നതും ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സർക്കിൾ ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പോൾ അതുകൊണ്ട് ദാറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കണ്ടത്. ആ സർക്കിളിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞങ്ങൾ അറിയുന്ന ബിസിനസ് ജ്വല്ലറി ബിസിനസ്സാണ്. അപ്പോൾ ഒരുപാട് ആശയങ്ങൾ വന്നിരുന്നു. കാരണം റിസോർട്ട് നമ്മൾ സ്കെയിൽ ചെയ്ത് ആ ബിസിനസ്സിനെ നമ്മളെന്താണ് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ടഫ്. അപ്പോൾ നമ്മൾ വെരി കോമ്പീറ്റ് ചെയ്യേണ്ടത് ഗ്ലോബൽ ബ്രാൻഡ്സാണ്. മാരിയറ്റ് അതേപോലത്തെ ഹിൽട്ടൺ എന്നുള്ള ബ്രാൻഡിനോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുക. അതൊരു ഇറ്റ്സ് ടേക്ക് ലോങ് ടൈമാണ്. അതൊരു ഫ്രാഞ്ചൈസി മോഡലാണ് വർക്ക് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് എന്താണ് ഒരു ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാക്കുകയാണ്. അതിന് ഏറ്റവും നല്ലത് റീറ്റെയിലാണ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ആ റീറ്റെയിലിൽ തന്നെ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് ജ്വല്ലറി ബിസിനസ് ആയതുകൊണ്ട് ആ ജ്വല്ലറി അതിലൊരു നോ ഹൗ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ജ്വല്ലറി ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ കാലുവെക്കുന്നത്. ആദ്യ ജ്വല്ലറി തുറക്കുന്നത് എന്നിട്ട് ദുബായിലാണ്? അതെ, ആദ്യ ജ്വല്ലറി തുറക്കുന്നത് നമ്മൾ ദുബായിലാണ്. ഇപ്പോൾ ജ്വല്ലറിയുടെ ഒരു പ്രവർത്തനം എങ്ങനെ പോകുന്നു? ശരിക്കും ഞങ്ങളൊരു വിഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഒരു 100 സ്റ്റോഴ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് വിഷൻ പ്ലാനോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ 100 എന്നുള്ളത് ക്രിക്കറ്റായിട്ട് കണക്റ്റഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആയിരുന്നു. സ്വാഭാവികമായിട്ടും ഞങ്ങളെ ടീം എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിൽ സെഞ്ചുറി തന്നെയാണ് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ആ സെഞ്ചുറി അച്ചീവ് ചെയ്യാന്നുള്ള സെഞ്ചുറി വിട്ടിട്ട് ഇതില്ല. അപ്പോൾ അതിനെന്താണ് ആ സെഞ്ചുറി നമ്മൾ നേടണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ എന്താണ് ആ കടമ്പകൾ എന്താണ് ഓരോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ഒരു റൺ എടുത്താലാണ് 10 റൺ എടുക്കാൻ പറ്റുള്ളൂ. 10 റൺ എടുക്കാനുള്ള 20 ആവുള്ളൂ, 50. വീണ്ടും അഗെയിൻ വി വിൽ സ്റ്റാർട്ട് എ ന്യൂ ഇന്നിങ്സ്. അപ്പോൾ ആ ഒരു ബിസിനസ് മോഡൽ, ആ ഒരു
കളിയിലെ ഒരു മാനേജ്മെൻറ്റ് തിയറിയാണ് ഞങ്ങൾ ഈ ബിസിനസ്സിലേക്കും അപ്ലൈ ചെയ്തത്. 100 അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ടാർഗറ്റോടുകൂടി ഒരു സെഞ്ചുറി അടിക്കുന്ന ബാറ്റ്സ്മാൻ്റെ പ്രതീതിയോട് കൂടിയിട്ടാണ് ഞാൻ ബിസിനസ്സിനെ കാണുന്നത്. അപ്പോൾ ആ ബിസിനസ്സിലേക്ക് ഞങ്ങൾ 100 ആണ്. ഇനി 100 എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഞങ്ങളുടെ ആശയം എന്ന് പറയുന്നത് ഗ്ലോബലി ഒരു ബ്രാൻഡായി മാറുക എന്നുള്ളതാണ്, ഒരു ഗ്ലോബൽ പ്രസൻസ് ഉള്ളത്. ആ ഗ്ലോബൽ ബ്രാൻഡിൻ്റെ ഒരു ലാബോറട്ടറി എന്ന് പറയുന്നത് ശരിക്കും ദുബായ് ആണ്. അപ്പോൾ ദുബായിലാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റോർ ഇടുന്നത്. ഈ വർഷം കൊണ്ട് ഞങ്ങൾ 9 സ്റ്റോഴ്സാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ആ 9 സ്റ്റോഴ്സിൽ 8 സ്റ്റോഴ്സും ആക്ച്വലി വരുന്നത് ദുബായിൽ തന്നെയാണ് നമ്മളത് വരുന്നത്. ദുബായ് മീൻസ് UAE ബേസ്ഡ് ആയിട്ടാണ്. UAE, അബുദാബി, ഷാർജ ഈ സ്ഥലത്താണ്. പ്രസൻ്റ്ലി നമുക്ക് 4 സ്റ്റോഴ്സാണുള്ളത്. ഈ വർഷം 5 more സ്റ്റോഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇന്ത്യയിലേക്ക് ഉടനെ വരുന്നുണ്ടോ? ഇന്ത്യയിൽ സ്റ്റോർ തീർച്ചയായിട്ടും ഞങ്ങളൊരു വിഷൻ പ്ലാനിൻ്റെ ഭാഗം 50 സ്റ്റോഴ്സ് ഇന്റർനാഷണലും 50 സ്റ്റോഴ്സ്. ഇന്ത്യ ഇസ് ദ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റാണ്. സെക്കൻഡ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇൻ ദ വേൾഡ് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യൻ്റെ മാർക്കറ്റ് ഇപ്പം ടുഡേ ഞാൻ നോട്ടീസ് ചെയ്തത് ഇന്ത്യൻ GDP വളരെ ഗ്രോ ചെയ്യുക. ഇന്ത്യ വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കൺട്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം വി ആർ ബേസ്ഡ് ഫ്രം ഹിയർ. ബട്ട് സിൻസ് ആർ വിഷൻ പ്ലാൻ ഗ്ലോബൽ ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ദുബായിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. കേരളത്തിൽ ഇപ്പോൾ ഷോറൂമുകൾ തുടങ്ങുന്നുണ്ടോ എന്തെങ്കിലും? കേരളത്തിൽ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റോർ വരുന്നത് കാലിക്കറ്റാണ്. അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പം ദുബായ് ബേസ്ഡ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ഫ്രം മലബാർ റീജിയൻ ആണ്. മലബാർ റീജിയൻ, കണ്ണൂർ, കാലിക്കറ്റ്, മലപ്പുറം റീജിയൻ. ഇപ്പോൾ ഞങ്ങളൊരു ബ്രാൻഡിൻ്റെ ഒരു ഡെപ്ത് നോക്കണം. ലാസ്റ്റ് 10 years ആയിട്ട് ഞങ്ങളുടെ ബ്രാൻഡ് എന്താണ് ഈ ഒരു റീജിയനിൽ വെൽ വേഴ്സ്ഡ് ആണ്. ലൈക്ക് ഞങ്ങൾ മുറിക്കാപ്പ് റിസോർട്ട് ഉണ്ട്. മുറിക്കാപ്പിൽ നിന്ന് ബ്രാൻഡിനെ കുറിച്ച് അറിയാം. അണ്ടർ ദിസ് മുറിക്കാപ്പ് ഗ്രൂപ്പിലുള്ളതാണ് നിഷ്ക എന്നുള്ള ബ്രാൻഡ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് വെരി ഫെമിലിയർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ഈ ഒരു റീജിയനിലുള്ള ആളുകൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ റീജിയനിലെ ഏറ്റവും ബിസിനസ് ഹബ്ബ് എന്ന് പറയുന്നത് കാലിക്കറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ കാലിക്കറ്റാണ് ഫസ്റ്റ് സ്റ്റോർ വരുന്നത്. തുടർന്ന് ഞങ്ങൾ മലബാർ റീജിയനിലും അതേപോലെ തന്നെ തിരുവിതാംകൂർ റീജിയനിലൊക്കെ ഞങ്ങളാണ് പിന്നീടുള്ള ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് മോഡൽ അവിടെയാണ്. എപ്പോഴത്തേക്കായിരിക്കും കോഴിക്കോടത്തെ ഷോറൂം ഓപ്പൺ ആവുക? കോഴിക്കോട് ഞങ്ങൾ ഷോറൂം ഓപ്പൺ ചെയ്യുന്നത് മെയ് ലാസ്റ്റോട് കൂടിയിട്ടാണ് ഞങ്ങൾ പണി പൂർത്തിരിക്കുക. ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഷോറൂം ഓപ്പൺ ചെയ്യും. വളരെ കോമ്പറ്റീഷനുള്ളൊരു മേഖലയാണ്. ഇപ്പം ധാരാളം ജ്വല്ലറി ബ്രാൻഡുകൾ നമുക്ക് കേരളത്തിന് തന്നെ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. അവിടെ എങ്ങനെയാണ് നമ്മൾ വ്യത്യസ്തമാവുക? ഇപ്പം പുതിയൊരു ബ്രാൻഡ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് ആ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കത്തില്ല. അതെങ്ങനെയാണ് പരിഹരിക്കാൻ? സ്വാഭാവികമായിട്ട് ഈ ബ്രാൻഡ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പം അവർ ഒരു മേജർ ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് നിഷ്ക എന്നുള്ളതാണ്. വൈ വി ആർ നോട്ട് ഗിവൺ മുറിക്കാപ്പ് എന്നുള്ളൊരു ബ്രാൻഡ് ഫേമസ് ആകുമ്പം എന്തുകൊണ്ട് ആ ബ്രാൻഡിൽ ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യാതെ നിഷ്ക എന്നുള്ളത് കൊടുക്കുന്നതിന് കാരണം ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ ക്ലയൻറ്റിനാണ്. അപ്പോൾ ആ പേര് കൊണ്ട് തന്നെ അന്വർത്ഥമാക്കുന്നത് നിഷ്ക എന്ന് പറയുന്നത് ഗോൾഡ്, പ്യുവർ, ഓണസ്റ്റ് എന്നൊക്കെയാണ് അതിൻ്റെ വേർഡ് മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഇന്ത്യൻ ടാർഗറ്റാണ് ഞങ്ങൾ മേജർ ടാർഗറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് ഞങ്ങൾ മേജർ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ഇന്ത്യൻ നെയിമാണ് നിഷ്ക എന്ന് പറയുന്നത്. മൗര്യാസിൻ്റെ കാലത്ത് ഉപയോഗിച്ച ഗോൾഡ് കോയിനാണ്. അപ്പോൾ ഇത്തരം ഞങ്ങൾ ബ്രാൻഡ് ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് അനാലിസിസും ഒരുപാട് സോട്ട് അനാലിസിസും നടത്തി ഞങ്ങൾ എവിടെയാണ് ഉള്ളത്, ഞങ്ങൾക്ക് എവിടേക്കാണ് യാത്ര ചെയ്യേണ്ടത്. ഈ ഒരു 100 പ്ലാന് മാത്രം പോരാ, നമ്മളൊരു കോർ കോമ്പീറ്റൻസി ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ആ കോർ കോമ്പീറ്റൻസി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 കോമ്പീറ്റൻസിയാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് ഇസ് വി ആർ എൻ എമേർജിങ് ബ്രാൻഡ്. വൈ വി വോണ്ട് ടു എമേർജ് ഇൻ ദിസ് മാർക്കറ്റ്? ഇത്രയും കോമ്പറ്റീറ്റേഴ്സ് ഉള്ള മാർക്കറ്റിൽ എന്തുകൊണ്ട്? ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ 2000 മുതൽ 2028 ഒരു ഡാറ്റാബേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇസ് എ വെരി ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ഫോർ ജ്വല്ലറി. പക്ഷെ അവിടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി മാർക്കറ്റ് എന്തില്ല. ഓർഗനൈസ്ഡ് ജ്വല്ലറി മാർക്കറ്റിൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പം 2000 നോക്കുകയാണെങ്കിൽ ഹാർഡ്ലി 2% ആണ് ഓർഗനൈസ്ഡ് പ്ലെയർ ആയുള്ളൂ. അത് 2000 ഇപ്പോഴും നോക്കുകയാണെങ്കിൽ 30% ആണ്. ബൈ 2028 45. സ്റ്റിൽ ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ നമ്മളെന്താണ് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ബ്രാൻഡ് എന്താണ് വി ഡെവലപ്പ് വിത്ത് ട്രസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻസി. ആ ബ്രാൻഡ് മീൻ ചെയ്യുന്നത് എന്താണ് ട്രസ്റ്റും ട്രാൻസ്പെറൻസിയാണ്. സോ ഞങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയാണ് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സൊസൈറ്റി ആയിക്കോട്ടെ, എല്ലാവർക്കും എന്താണ് ഞങ്ങൾ ട്രാൻസ്പെറൻസി, എംപ്ലോയീസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഞങ്ങളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഈ ബിസിനസ് ഇതിനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ട്രാൻസ്പെറൻസി വിഷയമുള്ളൊരു ട്രസ്റ്റും ട്രാൻസ്പെറൻസിയാണ്. എല്ലാ ബിസിനസ്സിലും ട്രസ്റ്റും ട്രാൻസ്പെറൻസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യലി ഗോൾഡ് ഈ ഒരു മേഖലയിൽ എന്താണ് ട്രസ്റ്റും ട്രാൻസ്പെറൻസിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നീട് ഞങ്ങളൊരു ഒരു ബിസിനസ് മോഡലാണ് ഗ്ലോബൽ എക്സ്പാൻഷനാണ്. ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്താണ് ഒരു ഗ്ലോബൽ ബ്രാൻഡിനാണ് എല്ലാവരും എന്താണ് അതിനാണ് അക്സെപ്റ്റൻസ് കൂടുതലുണ്ടാവും. ലോക്കൽ ബ്രാൻഡ് ഗ്ലോബലി ഗ്രോ ചെയ്യുമ്പോഴാണ് അതിൻ്റെ അക്സെപ്റ്റൻസ്. അത് നിങ്ങൾക്ക് കുറേ ബ്രാൻഡുകൾ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് നിങ്ങളും അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്.
അതേപോലെ തന്നെ ഞങ്ങളുടെ ബിസിനസ് മോഡൽ ഹൈപ്പർ ലോക്കൽ ബിസിനസ് മോഡൽ. ഞങ്ങൾ ലോക്കലി സ്ട്രോങ് ബ്രാൻഡാണ്. നമ്മൾ മുറിക്കാപ്പ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലോക്കലി സ്ട്രോങ് ബ്രാൻഡായി. ദെൻ വി മൂവ് ടു എന്താ ആ ബ്രാൻഡിലുള്ള ആളുകൾ എവിടെയാണുള്ളത്, ദുബായ് ബേസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ ആ ബ്രാൻഡിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നിഷ്ക എന്നുള്ള ബ്രാൻഡ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. എഗൈൻ വി ആർ കമ്മിങ് ബാക്ക് ടു ദി സെയിം പ്ലേസ് ആണ്. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്ത് പിന്നീടുള്ള ഞങ്ങൾ ആ ലോക്കലി അഡ്വർടൈസ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ലോക്കൽ സ്റ്റാഫിനെയാണ് നമ്മൾ നിർത്തുന്നത്. അതാണ് ഒരു ഹൈപ്പർ ലോക്കൽ, ആ ലോക്കൽ ഏരിയയിലുള്ള മാർക്കറ്റ് ഞങ്ങൾ ക്യാപ്ചർ ചെയ്യാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ എഫക്റ്റീവ് ഇൻറ്റേർണൽ കൺട്രോൾ പ്രോസസ് സിസ്റ്റമാണ് ഞങ്ങളുള്ളത്. ആ കൺട്രോൾ പ്രോസസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജ്വല്ലറി ബിസിനസ്സിൽ ഏറ്റവും പ്രശ്നങ്ങളുണ്ടാകും. പല നല്ല രീതിയിൽ പോകുന്ന ജ്വല്ലറി ബിസിനസ്സുകളുണ്ടാവും, മോശം രീതിയിൽ പോകുന്ന ബിസിനസ്സുകളുണ്ടാവും. അപ്പോൾ എല്ലാവരും മോശമായിക്കൊള്ളുന്നില്ല. അപ്പോൾ അത്രയും മോശമാവാതിരിക്കാൻ ഞങ്ങൾ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്ന് ഈ നേരത്തെ പറഞ്ഞ ട്രാൻസ്പെറൻസി നമ്മൾ കൊണ്ടുവന്ന് ഡിജിറ്റലിയാണ് കൊണ്ടുവരുന്നത്. ഒരു ഇൻവെസ്റ്റേഴ്സ് ഞങ്ങളടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു എംപ്ലോയി ഞങ്ങളടുത്ത് ജോയിൻ ചെയ്യുമ്പോൾ ഡിജിറ്റലി അയാൾ എന്താണ് ഞങ്ങൾക്കടുത്ത് കമ്മിറ്റ്മെൻറ്റ് എന്താണ് അത് ഡെലിവറി. ഒരു കസ്റ്റമർ അയാൾക്ക് ജ്വല്ലറി പോയാൽ BIS ഹോൾമാർക്ക് അതേപോലെ തന്നെ റേറ്റ് ടാഗ് എത്രയാണ് മേക്കിംഗ് ചാർജ് വ്യക്തമായിട്ട് എന്താണ് ട്രാൻസ്പെറൻ്റ് ആയിട്ട്. ഞങ്ങൾ ബിസിനസ്സിൽ എന്താണ് ഒരു റീസണബിൾ പ്രോഫിറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് റീസണബിളി ഗുഡായിട്ടുള്ള വെരി ലോ പ്രൈസ് അല്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ ആണ്. കാരണം അത്രയും കോസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് ആ റീസണബിളി ഗുഡായിട്ടുള്ള മേക്കിംഗ് ചാർജും പിന്നെ അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓരോ ട്രാൻസ്പെറൻസി നമ്മൾ എന്താണ് ബിസിനസ്സിലേക്ക് ഡിജിറ്റലി. പിന്നെ എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പർ ലോക്കൽ സ്ട്രാറ്റജിയിൽ ഇപ്പോൾ വരികയാണ് ലോക്കലി സ്ട്രോങ് ബ്രാൻഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ്. ഇപ്പോൾ ദുബായിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ് അംബാസഡർ കേരള മോഡലാണ്, നൈല ഉഷയാണ്, ഷീസ് ജോക്കി, റേഡിയോ ജോക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലോക്കൽ മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്ന് തമന്ന ഭാട്ടിയാണ്. തമന്ന ഭാട്ടി അത് ഇന്ത്യൻ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇന്ത്യൻ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡിഫറെൻറ്റ് ബിസിനസ് മോഡലാണ്. ഈ ഇന്ത്യയിൽ വരുന്നത് നമ്മൾ കൊക്കോ ബിസിനസ് മോഡലും ഫോക്കോ ബിസിനസ് മോഡലാണ്. കമ്പനി ഓൺഡ് ആൻഡ് കമ്പനി ഓപ്പറേറ്റഡ് മോഡലാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാസ്റ്റർ ഫ്രാഞ്ചൈസി മോഡലാണ് ഇവിടെ സ്റ്റാർട്ട് ആയത്. അതൊക്കെ മദർ കമ്പനിയാണ്. അതിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഞങ്ങൾ പൂൾ ചെയ്ത് പിന്നെ അത് കൊക്കോ മോഡലിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഫോക്കോ മോഡൽ ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് മോഡലിലേക്കാണ് നമ്മൾ പിന്നീട് മാറുന്നത്. കേരളത്തിൽ അങ്ങനെ നിക്ഷേപകരെ നോക്കുന്നുണ്ട് ഫ്രാഞ്ചൈസി മോഡലിലേക്ക് വരാനായിട്ട്? തീർച്ചയായിട്ടും നിക്ഷേപകർക്ക് ഏറ്റവും നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് കേരളത്തിലുള്ളത്. കാരണം ഞങ്ങളെ ഫസ്റ്റ് 2 സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളൊരു മദർ കമ്പനി ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മോഡലാണ്. നിക്ഷേപകരെ സപ്പോർട്ടോടുകൂടി മാത്രമാണ് ഈ ബിസിനസ് മോഡൽ. ഇപ്പോൾ പ്രസൻ്റ്ലി ഞാൻ പറഞ്ഞ 8 സ്റ്റോഴ്സ് എന്ന് പറയുമ്പം നിയർ അബൌട്ട് 800 crores എമൗണ്ടായി. ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ വാല്യുവേഷൻ എവറി ഡേ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഞങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ IPO എന്നാണ്. സോ വി വർക്ക് ലൈക്ക് എൻ IPO ബിസിനസ് മോഡലാണ്. IPO ബിസിനസ് മോഡലിൽ ഒരു പബ്ലിക് ഫണ്ട് കൊണ്ടാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. പബ്ലിക് ഫണ്ടിനെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുമ്പോഴും എന്താണ് ഞങ്ങൾ അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, ലീഗൽ സിസ്റ്റം നമ്മൾ പ്രോപ്പറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരുടെ എന്താണ് അക്കൗണ്ടിങ്, ഓഡിറ്റിങ് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് ലീഗലി സ്ട്രക്ചേർഡ് ആയിട്ട് വി ആർ റെഡി ഫോർ IPO റെഡി മോഡലിലാണ് നമ്മളിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് വരണം. ഇൻവെസ്റ്റേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ആ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ആ ഗ്രോത്തിലൂടെ എന്താണ് ഇൻവെസ്റ്റേഴ്സിനും ബെനിഫിറ്റ് ഉണ്ടാവുക, അതേപോലെ തന്നെ എന്താണ് ആ ബ്രാൻഡിനും ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. ഒരു ജ്വല്ലറി ബിസിനസ്സിലേക്ക് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പൂൾ ചെയ്യുന്നത് വി ആർ നോട്ട് ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ജ്വല്ലറിയിലേക്കല്ല. ഗോൾഡിലേക്കാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിച്ചാൽ ഗോൾഡിലേക്കല്ല. ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങളെ ബ്രാൻഡിലേക്കാണ്. ഈ IPO റെഡി ആകുമ്പോൾ ഇതിൻ്റെ ഒരു വാല്യുവേഷൻ മിനിമം ഓഫ് 3 times ആണ്. അപ്പോൾ അവരൊരു ഗ്രോത്ത് എന്താണ് വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് എന്താണ് 10x ആക്കിയിട്ട് അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളൊരു സസ്റ്റൈനബിൾ ആയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷൻ്റെ ഭാഗം അതിൻ്റോടൊപ്പം തന്നെ മിഷനും കൂടി ഉണ്ട് നമുക്ക്. ആ മിഷൻ എന്ന് പറയുന്നത് നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു എന്താണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ വാല്യൂ പാർട്ട്നേഴ്സിന് ഫെയർ റിട്ടേൺ ഓൺ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു 10 year ഇരിക്കുമ്പോൾ ഒരു 10x ആക്കി മാറ്റുന്നില്ല. ആ ബിസിനസ് വാനിഷ് ആവുക എന്നല്ല, IPOയിലേക്ക് പോയി IPO എന്താണ് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജീസാണ്. പിന്നെ ഇതിന് ഞങ്ങളെ ഒരു കോർ കോമ്പിറ്റൻസി ഇതൊരു മാനേജ്മെൻറ്റ്, സ്ട്രോങ് മാനേജ്മെൻറ്റും പ്രൊമോട്ടേഴ്സാണുള്ളത്. സോ ഞാൻ അറൗണ്ട് നിയർലി 20 years ആയി ബിസിനസ്സിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഈ ബിസിനസ് നടക്കുന്നത്. അതിൻ്റെ ഒരു സ്ട്രോങ്നെസ് ഞങ്ങളാണ് 3 ബ്രദേഴ്സാണ്. അപ്പോൾ ദേ ആർ ഓൾ ലയബിൾ ടു ഓൾ ദ ഇൻവെസ്റ്റേഴ്സ്. ആ ഒരു വിശ്വാസം, ആ ട്രസ്റ്റും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യം കൂടി ചെയ്തത്. ഇപ്പോൾ ഞാൻ ഇൻ മൈ ആബ്സെൻസ് ഈ ബിസിനസ് എന്താണെന്നുള്ള ക്വസ്റ്റ്യനാണ് അടുത്ത എന്താണ് തലമുറകളും കൂടി ഇതിലെന്താണ് ഭാഗവാക്കാണെന്നുള്ളതാണ്. അങ്ങനെയാണ് ഞങ്ങളതിനെ സ്ട്രക്ചർ ചെയ്യുന്നത്. ഒരു ഫാമിലി കൺസെപ്റ്റിലൂടെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ളതാണ്. ഞങ്ങളെ കൂടെ ചേരുന്ന എല്ലാവരും ഫാമിലി മെമ്പേഴ്സാണ്. പിന്നെ ഇതിലുള്ള കൺസൾട്ടൻ്റാണ്. ഞങ്ങൾ എപ്പോഴും പറയും ശരിക്കും നമുക്ക് എന്താണ് ഒരു
കോൺട്രാക്ടറാണ് സാധാരണ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യാറ്. ഞങ്ങൾ ആർക്കിടെക്റ്റിന് ഫീസ് കൊടുക്കാൻ മടിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഡിസൈൻ ആർക്കിടെക്റ്റാണ് യഥാർത്ഥത്തിൽ ഇതിന് എന്താണ് ഒരു കല കൊണ്ടുവരുന്നത്. കൺസ്ട്രക്ഷൻ ഈസ് എ സയൻസ്, ബട്ട് ആർട്ട് ഈസ് ആർക്കിടെക്ചറാണ്. ആ ആർട്ടും സയൻസും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിന് എന്തുണ്ടാവുള്ളൂ, ഒരു ബ്യൂട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ ബിസിനസ്സിൽ എന്താണ്, ഞങ്ങൾ ഈ പറഞ്ഞ പോയിന്റുകളാണെങ്കിലും ഞങ്ങൾ എന്താണ് കൺസൾട്ടൻസിയിലൂടെ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിലും ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനും ഞങ്ങൾ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഓരോ പ്രൊഡക്ട്സിനും മാർക്കറ്റിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ്, ഇപ്പോൾ ഞങ്ങൾ വെരി റീസെൻ്റ്ലി വി ഹാവ് ഇൻട്രൊഡ്യൂസ് 14 കാരറ്റ്. ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റോഴ്സിലൊക്കെ 14 കാരറ്റ്, ഐ ഡോണ്ട് തിങ്ക് സോ എനി അതർ ബ്രാൻഡ്സ് യൂസ്ഡ് 14 കാരറ്റ്. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുമ്പോഴും ആളുകൾക്ക് ഗോൾഡ് ഉപയോഗിക്കണം എന്നുള്ളത്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ കുട്ടികളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനോടനുബന്ധമായ പ്രശ്നങ്ങളുണ്ടാവും. ലൈക്ക് എന്താണ് തെഫ്റ്റ്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. എന്നാലും ഗോൾഡ് ഉപയോഗിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. അതിലും 58% എന്താണ് ഗോൾഡ് ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇന്നോവേഷൻസ് ഞങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ സ്ട്രോങ് കൺസൾട്ടൻ്റ് ആണ്. ഈ കൺസൾട്ടൻ്റ് ടിനി ഫിലിപ്പാണ് കൺസൾട്ടൻ്റ്. ഐ തിങ്ക് ഈസ് റൈറ്റിംഗ് ഫോർ യു ഓൾസോ. അപ്പോൾ അത്രയും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങൾ മിനിമൽ മിസ്റ്റേക്കിലൂടെ ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രോ ചെയ്യുമ്പം ഞങ്ങൾ ആക്സിലേറ്റർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ആക്യുറസിയും അത് അതിൻ്റെ മിസ്റ്റേക്സ് ആണ്. അപ്പോൾ അതിൽ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ് ഈ കൺസൾട്ടൻറ്റ്. ആ കൺസൾട്ടൻറ്റിലൂടെ ഞങ്ങൾ എന്താണ് മിസ്റ്റേക്സിനെ റെക്ടിഫൈ, എവറി ഡേ മിസ്റ്റേക്ക് റെക്ടിഫൈ ആ കൺസൾട്ടൻ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു ഇൻറ്റേർണൽ ഗവേണൻസ് സിസ്റ്റം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഞങ്ങളെ സ്റ്റോക്ക് എഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം ഉണ്ടെങ്കിലും നമ്മൾ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോക്കാണ് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ അനാലിസിസ് ചെയ്ത് ഞങ്ങളൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മുന്നിലാണ് ഞങ്ങളിത് പ്രസൻറ്റ് ചെയ്യുന്നത്. എവറി 4 months എന്താണ് ഈ ഇൻവെസ്റ്റേഴ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്പെറൻസിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ബിസിനസ്സിൻ്റെ ഓപ്പറേഷനിൽ ഇപ്പോഴത്തെ വെദർ ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് ഓർ ലോസ് എന്താണെങ്കിലും ഞങ്ങൾ എന്താണ് വ്യക്തമായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നൊരു മോഡലിലാണ് ഇതിന് ഞങ്ങൾ കംപ്ലീറ്റ് പാക്കേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴത്തേക്കാണ് ഒരു IPO പ്ലാൻ ചെയ്യുന്നത്? ഞങ്ങളൊരു IPO റെഡി കമ്പനി ആയിട്ടാണ് നമ്മൾ ഈ കമ്പനീനെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെദർ ഇറ്റ് ഈസ് ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ ഓഡിറ്റേഴ്സ് ആയിക്കോട്ടെ എല്ലാം. അപ്പോൾ ഞങ്ങൾ രണ്ട് കമ്പനി ആയിട്ടാണ് പോകുന്നത്. ഒന്ന് ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ ഇസ് ഡിഫറെൻറ്റും ഇന്ത്യൻ ഓപ്പറേഷനും ഡിഫറെൻ്റ് ആണ്. ഇന്ത്യൻ മാർക്കറ്റ് ഇസ് എ വെരി ബിഗ് മാർക്കറ്റാണ് IPOയിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതിനെയൊക്കെ ഞങ്ങളൊരു ടാർഗറ്റ് ഇയേഴ്സ് എന്ന് പറയുന്നത് 6 years കൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളൊരു വിഷൻ പ്ലാൻ പ്രകാരം എവറി ഇയർ 3 stores എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യയിൽ. ഫസ്റ്റ് ഇയർ 2 stores ആണ്, പിന്നെ നമ്മൾ എവറി ഇയർ 3 stores എന്നുള്ള പ്ലാനിലേക്കാണ്. അപ്പോൾ നിയർ അബൌട്ട് 5 stores നമ്മൾ 15 stores ആവുള്ളൂ. നമ്മൾ ടാർഗറ്റ് ഡിസൈഡ് IPO ടാർഗറ്റഡ് ആയിട്ടുള്ള റവന്യൂ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയർ അബൌട്ട് 5 to 6 years എടുക്കും എന്നുള്ളതാണ് നമ്മളെ കാൽക്കുലേഷൻ. 700ഓളം നിക്ഷേപകരാണ് നമുക്കൊപ്പം ഇതുവരെ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും നിക്ഷേപകരുടെ വിശ്വാസം നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? ഞാൻ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും ഒരു ഇൻവെസ്റ്റർ ആവുമ്പോൾ നിങ്ങളുടെ അടുത്തൊരു ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും. ഇറ്റ്സ് നോട്ട് വെരി ഈസി. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫോർ മീ ഇറ്റ്സ് നോട്ട് ഈസി. എന്തുകൊണ്ട് നമുക്കത് ഈസി ആകാൻ പറ്റും? എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും ഭയമാണ്. വെദർ ഹി വിൽ കംപ്ലീറ്റ് ഓർ നോട്ട്, അല്ലെങ്കിൽ എന്താണ് ഈ പ്രൊജക്റ്റ് വയബിൾ ആവുമോ ഫീസിബിൾ ആവുമോ എന്നുള്ളത്. അപ്പം ഞങ്ങൾ ആ ഒരു കോൺഫിഡൻസാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ബിൽഡ് ചെയ്യുന്നത്. ഒരു ഇൻവെസ്റ്ററുടെ അടുത്ത് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ 180 പേജിലുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി എന്താണ്, ഇതാണ് ഇതിൻ്റെ ബിസിനസ്സിൻ്റെ സ്ട്രക്ചർ, ഇതാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ്, ഇതിനാണ് ഇതിൻ്റെ ബിസിനസ്സിൻ്റെ മോഡൽ, ഇതാണ് ടാർഗറ്റഡ് ഓഡിയൻസ്, ഇതാണ് ഞങ്ങൾ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി, ഇതാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിസിനസ്, ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്ത്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാക്കിയിട്ടാണ്. 1,00,000 രൂപ എന്നാൽ 1,000 രൂപ തരിക എന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽ ഞങ്ങൾക്കില്ല. നിർബന്ധമായിട്ട് ഞങ്ങളെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ DPR പൂർണ്ണമായിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യൂ. അങ്ങനെ ചെയ്ത ആളുകൾ അവർക്ക് ഇപ്പോൾ ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റിൽ ഞാൻ വെരി റീസെൻ്റ്ലി ഞാനിങ്ങനെ വന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാണ്. ROI 24% അഷ്വേർഡ് എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ടൂറിസം പ്രൊജക്ട്. ഇറ്റ്സ് ഇമ്പോസിബിൾ ആയിരുന്ന കാര്യങ്ങൾ അതെന്താണ് പറഞ്ഞിട്ടെന്താണ്. ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം ChatGPT അടിച്ച് നോക്കിയാൽ അറിയാം. എക്സ്പെക്റ്റഡ് ROI ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ എക്സ്പെക്റ്റഡ് ROI എന്ന് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഞങ്ങളൊരു കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. ഇപ്പം എൻ്റെ നേരത്തെ പറഞ്ഞ ഒരു ചൈൽഡ്ഹുഡ് മുതൽ ഈ നെറ്റ്വർക്കിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആ നെറ്റ്വർക്കിങ്ങിലുള്ള ആളുകളാണ് എൻ്റെ അടുത്ത് ഇൻവെസ്റ്റർ. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ എന്നെ കണ്ട ആളുകളാണ് എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ സ്വദേശത്തുള്ള ആളുകൾ എന്താണ്
ആണ് കൂടുതലും എൻ്റെ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നത്. പിന്നീടാണ് അവരെ കണക്ട് ചെയ്തിട്ടാണ് മറ്റാളുകൾ. ഇതൊരു നെറ്റ്വർക്കിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്തതാണ്. പിന്നെ ആ ഒരു ബിസിനസ് മോഡൽ എന്താണ് നന്നായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ബിസിനസ് മോഡലിന് എന്താണ് ഒരു വിഷൻ പ്ലാൻ ഉണ്ടാവണം, നല്ലൊരു പ്രൊമോട്ടേഴ്സ് ഉണ്ടാവണം, നല്ലൊരു ടീം ഉണ്ടാവണം. ഈ ടീമിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഈ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ഹാപ്പിയാണ്. അവരെ സേഫ് ഗാർഡ് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് മോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റിലും നമ്മളെന്താണ് ഫെയിലിയറായിട്ട് വരുന്നത്. അപ്പോൾ നല്ലൊരു ബിൽഡർ എടുത്ത് ഞങ്ങൾ എന്താണ് കാശ് എത്ര കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഒരു നല്ലൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ, അത് അയാൾ കംപ്ലീറ്റ് ചെയ്യും, ആ പ്രൊജക്റ്റിന് വാല്യൂ ഉണ്ടാവും. അയാൾ ചൂസ് ചെയ്യുന്ന എന്താണ് ലൊക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ബ്രാൻഡായിട്ട് വരിക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടറിൽ ഞങ്ങളെന്താണ് നല്ലൊരു ബ്രാൻഡാവുക എന്നുള്ളതാണ്. ഞങ്ങളൊരു ഫെയർ ആയിട്ടുള്ള റിട്ടേൺസ് മാത്രമാണ് അവർക്ക് ഓഫർ ചെയ്യുന്നുള്ളൂ. ആ ഓഫർ ചെയ്യുന്നത് എന്താണ് പ്രോംപ്റ്റായിട്ട് നമ്മൾ എന്താണ് ഡെലിവറി ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ വെദർ പ്രോഫിറ്റ് ഓർ എന്താണ് നമ്മളെന്താണ് റവന്യൂ ഉണ്ടാവും, റെപ്യൂട്ടേഷൻ ഉണ്ടാവും. ആ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യുന്നതിൽ നമ്മളെന്താണ് ഒരു സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ പാർട്ടാവുന്നതിൽ അഭിമാനിക്കുന്ന ആളുകളാണ് കൂടുതലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും. ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, അവർക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. എങ്ങനെയാണ് ഈ നിക്ഷേപകരെ നമ്മൾ ഇത് ചെയ്യുന്നത്? കാരണം ആർക്കൊക്കെയാണ് ഇതിൽ നിക്ഷേപിക്കാൻ പറ്റുക? അങ്ങനെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടോ നമുക്ക് ഇതിലേക്ക് കമ്പനിയിലേക്ക് വരാനായിട്ട്? ഞങ്ങൾക്ക് ഇപ്പോൾ കമ്പനിയിലേക്ക് വരുന്നത് ഞങ്ങൾ ആസ് പെർ ദ ഗവൺമെൻറ് നോംസ് പ്രകാരമാണ് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം ചെക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫറിലൂടെ മാത്രമാണ് നമുക്ക് വരാൻ പറ്റുള്ളൂ. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 50 lakhs ആണ്. അത് ഇഫ് ദേ വോണ്ട് ടു ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് എന്താണ് 3 CR ആണ് ഇന്ത്യൻ ഓപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ. നേരെ മറിച്ച് ദുബായിലേക്കാണ് 100,000. അപ്പോൾ അതെല്ലാം ഞങ്ങൾ എന്താണ് ഒരു റൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗവൺമെൻറ് റൂൾസ് പ്രകാരം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് കമ്പനിയാണ്. ആ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് കമ്പനിയിലാണ് അതിൻ്റെ കംപ്ലയൻസ് കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ടും ഇൻവെസ്റ്റേഴ്സിന് ഈസി ആയിട്ട് അത് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ലൈക്ക് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന കമ്പനിയാണ്. ആ കമ്പനിയിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ കമ്പനിയിൽ അവർക്ക് കിട്ടുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് എന്താണ് ഇതിൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാം. അവർക്ക് ഒബ്വിയസ്ലി ഓഡിറ്റഡ് ഫൈനാൻസ് അവർക്ക് എന്താണ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്കുള്ളത്. അതേപോലെ തന്നെ അവരെ സോഴ്സ് ഓഫ് ഇൻകം വളരെ പ്രോംപ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് TDS കാര്യങ്ങളൊക്കെ ഡിഡക്റ്റഡ് ആയിട്ടാണ് ഈ എമൗണ്ട് അവർക്ക് പേ ഓഫ് വരിക. ഇപ്പോൾ ഒരു ജ്വല്ലറി ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ അതിലേക്കല്ല നമ്മൾ നിക്ഷേപകരെ ചെയ്യുന്നത് അല്ലേ? ജ്വല്ലറി എല്ലാം കോമൺ നമ്മുടെ കമ്പനിയുടെ ഇതിലായിരിക്കും പോകുന്നത്. ഇപ്പോൾ കോഴിക്കോട്ടൊരു ജ്വല്ലറി തുടങ്ങുകയാണെങ്കിൽ അതിൽ കുറച്ച് നിക്ഷേപകർ അങ്ങനെ ആ ഒരു മോഡലല്ല. ഞങ്ങൾ 2 മോഡലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ. ഒന്നാമത്തെ നമ്മൾ മാസ്റ്റർ കമ്പനിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലേക്ക് ഞങ്ങൾ 2 ഷോറൂമാണ് വരുന്നത്. ഒന്ന് ഫസ്റ്റ് കാലിക്കറ്റ് ഷോറൂം, അതിൻ്റെ അണ്ടറിലാണ് യഥാർത്ഥത്തിൽ മറ്റേ കോക്കോ മോഡൽ നമ്മൾ എന്താണ് രണ്ടാമത്തെ കമ്പനി നമ്മൾ സ്ട്രക്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 കമ്പനി ആയിട്ടാണ് ഉണ്ടാവുക. ആ 2 കമ്പനി ഒന്ന് മദർ കമ്പനിയാണ്. ആ മദർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ്, കാരണം ഏർലി ബേർഡാണ്, അവരാണ് ഒരു ഫസ്റ്റ് സ്റ്റോറിൻ്റെ റിസ്ക് എടുക്കുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി എന്താണ് എവറി സ്റ്റോഴ്സ് ഒരു 5% ആ പ്രോഫിറ്റിൻ്റെ മുകളിൽ നിന്ന് ഫസ്റ്റ് 2 കമ്പനീസിന് കൊടുക്കണം എന്നുള്ളതാണ്. ആ മാസ്റ്റർ ഫ്രാഞ്ചൈസിയാണ് ഈ കമ്പനീനെ കംപ്ലീറ്റ് ഇവിടെ ഇന്ത്യയിലേക്ക് സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ 2 സ്ട്രക്ചറിലാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം ഓവറോൾ ബ്രാൻഡിൻ്റെ വാല്യൂ ആണ് എല്ലാവർക്കും കിട്ടുക. ഇപ്പോൾ നമ്മൾ സ്വർണത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇനി ആൾക്കാർ നിക്ഷേപിക്കുന്നത്? കാരണം ഹൈ വാല്യൂ ഇതിലായി ഇപ്പോൾ തന്നെ. ഇപ്പോൾ ആൾക്കാർ ഇനി എത്രത്തോളം അതിലേക്ക് വരും? ആ ഒരു എന്താ പറയുക, സ്വർണ്ണ വിലയും അതിൻ്റെ ഒരു നീതീകരിക്കാവുന്ന ലെവലിലാണോ നിൽക്കുന്നത്? അതിനെക്കുറിച്ച് എന്താ ഒരു പറയാനുള്ളത്? സ്വർണം തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. വേറെ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നന്നായിട്ട് തോന്നുന്നു. ഇപ്പം ഞാൻ പറയും, ഞാനൊരു NRI ആണ്, അല്ലെങ്കിൽ കൂടുതലും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? NRI ആണ്. ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ് കിട്ടുക? അപ്പം ഞാൻ അവിടെ ഇപ്പോഴത്തെ കഴിഞ്ഞ 10 വർഷത്തെ നമ്മളെ കറൻസിൻ്റെ വാല്യൂം UAE കറൻസിൻ്റെ വാല്യൂം ഇന്ത്യൻ കറൻസിൻ്റെ വാല്യൂം തമ്മിൽ വ്യത്യസ്തമായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ വെറുതെ കാശ് അവിടെ കൊണ്ടുവച്ചാൽ തന്നെ അത്രയും വാല്യൂ അപ്രീസിയേഷൻ എടുക്കുന്നത് ഇവിടെ ഭൂമി വാങ്ങുന്നതിനെക്കാട്ടി. അപ്പോൾ ജ്വല്ലറി ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ്, ഈക്വലൻ ടു ക്യാഷ് ആണ്. അവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഗോൾഡിൻ്റെ ഒരേ പ്രൈസാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗോൾഡ് എന്നുള്ളത് പ്രിഫർ ചെയ്യുന്നത്, വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഏതൊരു ഇൻവെസ്റ്റേഴ്സിനും, വെദർ ഞാനായിക്കോട്ടെ, ഒരു നല്ലൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അയാളൊരു സെർട്ടൻ പോർട്ട്ഫോളിയോ റിയൽ എസ്റ്റേറ്റിലേക്ക് മാറ്റി വെക്കണം. ഒരു വീട് അനിവാര്യമാണ്, ചിലപ്പോൾ മറ്റ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആവശ്യമായിരിക്കും. ഗോൾഡ് അനിവാര്യമാണ്, കാരണം ഗോൾഡ് എവർ അപ്രീഷിയേറ്റിംഗ് ആയിട്ടുള്ളൊരു അസറ്റാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ സാധാരണക്കാരന് ഫ്രാക്ഷണലായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഞങ്ങൾക്ക് മിനിമം ഒരു സ്ഥലം വാങ്ങണമെങ്കിൽ 5 സെൻറ്റ് വാങ്ങണ്ടേ, അല്ലെങ്കിൽ 3 സെൻറ്റെങ്കിലും മിനിമം വാങ്ങണ്ടേ.
ഇതൊരു ഗ്രാം വാങ്ങുക, ഒരു 1/2 ഗ്രാം വാങ്ങുക എന്നുള്ളത് എന്താണ്, സൂക്ഷിക്കാൻ എന്താണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെറ്റൽ തന്നെയാണ് ഗോൾഡ്. ഇപ്പോൾ സിൽവറും നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഗോൾഡിന് ഇപ്പോഴും എവർഗ്രീൻ ആയിട്ട് കാണുന്നത്. ലോർഡ്സ് 83യുടെ ഒക്കെ ഇതിന് നമുക്കിപ്പോൾ അസോസിയേറ്റ് ചെയ്തത് കപിൽ ദേവാണ്. അപ്പോൾ ഇത്രയും വലിയ ലെജൻസിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നമുക്കിപ്പോൾ അസോസിയേറ്റ് ചെയ്യിക്കുന്നത്? ഞാൻ ഈ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൊരു വലിയൊരു സ്വപ്നമാണ്. അതിപ്പോൾ എങ്ങനെയാണ് പറയാമെന്നറിയില്ല ഇൻ്റർവ്യൂവിൽ നിന്നും. എന്നാലും എന്താണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ വളർത്തിയത്, അപ്പം ചെറുപ്പകാലഘട്ടത്തിൽ എൻ്റെ ഫാദർ ജ്യേഷ്ഠന് വളരെ ക്രിക്കറ്റ് പ്രേമിയായിരുന്നു. അപ്പോൾ അദ്ദേഹം റേഡിയോ വെച്ചിട്ടാണ് ക്രിക്കറ്റ് കേൾക്കാറുള്ളത്. അപ്പോൾ ഒന്ന് 6 അടിച്ചാൽ അത് ഇമാജിൻ ചെയ്യണം. വെരി റീസെൻ്റ്ലി നമ്മൾ റിസോർട്ടിൽ അതേപോലെ തന്നെ ഒരു ബ്ലൈൻഡ് ക്രിക്കറ്റിൻ്റെ ആൾ വന്നിരുന്നു. ആൾക്ക് ഒരു 6 വയസ്സ് വരെ കണ്ണ് കാണാമായിരുന്നു. 6 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റും. അപ്പോൾ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെയായിരുന്നു നമ്മൾ പണ്ട് റേഡിയോയിലൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ ക്രിക്കറ്റിനോട് അതിയായ ആഗ്രഹമാണ്. പിന്നെ സച്ചിൻ തെണ്ടുൽക്കർ വന്നു ഞങ്ങളുടെ കാലഘട്ടത്തിൽ. കപിൽ ദേവിൻ്റെ അവസാനിച്ച് കപിലിൻ്റെ അവസാനങ്ങളിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു ക്രിക്കറ്റാണ് നമ്മുടെ ലൈഫിൽ വെരി ഇമ്പോർട്ടൻ്റ് റോൾ. ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടോയെന്ന് അറിയില്ല, കാരണം അന്ന് ക്രിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വയനാടിന് ഒരുപാട് പ്രത്യേകത. വയനാട്ടിലാണ് ഒരു ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ തന്നെ അവിടെയാണ് ജനിച്ച് വളർന്നത്. അപ്പോൾ അത് വയനാടിൻ്റെ ടെറൈനും ഒരുപാട് പ്രത്യേകത. ഒരു ഇംഗ്ലീഷ് സ്റ്റൈലാണ്. വയനാട്ടിലെ ആളുകളും വന്നതാണ് ഒരു യൂറോപ്യൻ കൾച്ചർ ആയതുകൊണ്ട് ക്രിക്കറ്റിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇന്നും വളരെ വയനാട്ടിൽ സജീവമായിട്ട് നടക്കുന്നതാണ്. അപ്പം ഞാനും ക്രിക്കറ്റുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്, ക്രിക്കറ്റ് അസോസിയേഷനായിട്ട് ബന്ധമുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ എന്താണ് ഒരു ആദരവ്, എന്താണ് ലോർഡ്സ്. അപ്പം ഞാനൊരു വീഡിയോ ആണ് അതിന് എനിക്ക് ഇൻസ്പയർ ആയത്. ആ വീഡിയോ ഞാൻ ലോർഡ്സ് സ്റ്റേഡിയത്തിൻ്റെ ഒരു വീഡിയോ ആണ് കണ്ടത്, ഹൗ ദേ ആർ എക്സ്പ്ലെയിനിങ്. അപ്പോൾ അവിടെ ഇന്ത്യൻ ക്ലയൻസാണ് കൂടുതലും വിസിറ്റേഴ്സായിട്ട് പോകുന്നത്, ടൂറിസ്റ്റ് വിസിറ്റേഴ്സായിട്ട്. അപ്പോൾ അവർ ലോർഡ്സിന് നന്നായിട്ട് സെല്ലിയാണ്. ഒരു പർട്ടിക്കുലർ ഡോളറൊക്കെ വാങ്ങിയിട്ടാണ് അവരവിടെ. ഞാനത് ലോർഡ്സിലേക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവരെന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടാണ്. ഗാംഗുലി ഇവിടെ നിന്നാണ് ഷർട്ട് ഊരിയത്, കപിൽ ദേവിൻ്റെ പേര് ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഒരിക്കൽ ഇത് പിന്നീട് ഞാൻ ഇംഗ്ലണ്ടിൽ ലോർഡ്സിൽ ഞാൻ പോയി. ലോർഡ്സിൽ പോയപ്പോൾ എനിക്കും കിട്ടിയ അനുഭവം ഇതാണ്. ഒരു നല്ലൊരു നരേറ്റർ വന്നിട്ട് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ എന്തുകൊണ്ട് ഞങ്ങളെ സ്റ്റോറി ഞങ്ങൾക്ക് പറഞ്ഞു വിടാന്ന്. അപ്പോൾ ഞങ്ങളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെല്ലാം സ്റ്റോറി ആക്കി വെക്കും, നമ്മളടുത്തൊന്നും സ്റ്റോറി ഉണ്ടാവില്ല. ഇപ്പോൾ പുതിയ തലമുറക്ക് കപിൽ ദേവിന് ആരാന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. പക്ഷേ വി വോണ്ട് ടു എഡ്യൂക്കേറ്റ് ദം. എന്താണ് ക്രിക്കറ്റ് കൊണ്ടുവന്ന് നമ്മളെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണ്. ഇന്ത്യൻ ഹിസ്റ്ററി പലരും മറന്നുപോയിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ആളുകൾ. അപ്പോൾ ആ ചെറിയ കുട്ടികൾക്ക് ഞങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററി 1947 സ്റ്റോറി പറഞ്ഞു തുടങ്ങിയിട്ടാണ് നമ്മളെന്താണ് ഈ ക്രിക്കറ്റ് 1983 ഇന്ത്യ ക്രിക്കറ്റ് വിൻ ചെയ്ത സ്റ്റോറി നമ്മൾ പറയുന്നത്. അതിലൂടെ അറിവും പകരുക, അതേപോലെ തന്നെയാണ് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളൊരു കൺസെപ്റ്റ് തന്നെ ഒരു ക്രിക്കറ്റ് തീംഡാണ്. ആ ആർക്കിടെക്ചർ ആദ്യത്തെ സ്വിറ്റ്സർലാൻഡ് ആണെങ്കിൽ രണ്ടാമത്തെ ഇംഗ്ലീഷ് ആർക്കിടെക്ചറിലാണ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് വെതറാണ്, ഇംഗ്ലീഷ് ഫീലാണ് ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഒരു റിയലായിട്ട് ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയ ഫീലിംഗ് യഥാർത്ഥത്തിൽ ലോർഡ്സിൽ വന്നാൽ കിട്ടും. അതേപോലെ തന്നെ ക്രിക്കറ്റും ഇംഗ്ലീഷും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ഈ സ്റ്റോറിയാണ് ഞാൻ കപിൽ ദേവായിട്ട് നരേറ്റ് ചെയ്യുന്നത്. കപിൽ ദേവ് വാസ് വെരി ഇംപ്രസ്ഡ്. കാരണം തൻ്റെ പേരിൽ ഒരു പിന്നെ ലോർഡ്സ് 83 എന്നാണ് അതിൻ്റെ പേര് തന്നെ. ലോർഡ്സ് 83 ഇന്ത്യ വിൻ ചെയ്ത മൂവ്മെൻ്റാണ്. അപ്പോൾ ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് കപിൽ ദേവാണ്. കപിൽ ദേവിനെയാണ് ഒരു കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് നമ്മൾ അതിൽ വെച്ചിരിക്കുന്നത്. അതിനെ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റോറി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കൊരിക്കലും അവസരം ഉണ്ടാക്കി ഞാൻ കപിൽ ദേവായിട്ട് മീറ്റ് ചെയ്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് ഹി വാസ് വെരി ഇംപ്രസ്ഡ്. ഞങ്ങളൊരു 2-3 ഡേയ്സ് തന്നെ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത്. അപ്പോൾ ഹി വാസ് വെരി ടോക്കറ്റീവ്. ആ മൂമെൻറ്റിനെ കുറിച്ചിട്ട്. ക്രിക്കറ്റ് അദ്ദേഹം പിന്നെ കളിച്ചിട്ടില്ല ആ മാച്ചിന് ശേഷം, നിർത്തിയതിന് ശേഷം. എന്നിരുന്നാലും ഞങ്ങളിത് പറയുമ്പോൾ അയാൾക്ക് എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ തന്നു. അദ്ദേഹത്തിൻ്റെ മോണ്യുമെൻറ്റ്സൊക്കെ എനിക്ക് തന്നു, അത് ഞങ്ങൾ റിസോർട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഇതൊരു അദ്ദേഹത്തിനുള്ളൊരു സമർപ്പണം പോലുള്ളൊരു സാധനം കൂടിയാണ് അല്ലേ? അതെ, ക്രിക്കറ്റിന് വേണ്ടിയുള്ള സമർപ്പണം. ക്രിക്കറ്റിന് വേണ്ടിയിട്ട്. ഈ ക്രിക്കറ്റ് കളിക്കാരനായതുകൊണ്ട് തന്നെ ബിസിനസ്സിലൊരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴേക്ക് അങ്ങനത്തെ ഒരു ഇത് സ്വാധീനിക്കാറുണ്ടോ? ഒബ്വിയസ്ലി. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എൻ്റെ വിഷൻ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ സ്വാധീനിച്ചത് ക്രിക്കറ്റാണ്. സെഞ്ചുറി എന്ന് പറയുന്നത്. ആ സെഞ്ചുറി അടിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ വെരി ഈസി. വി മസ്റ്റ് ബി വെരി ഫിറ്റായിരിക്കണം. നമ്മൾ ബിറ്റ്വീൻ ദ വിക്കറ്റ് റൺ ചെയ്യാൻ നമ്മൾ ഫിറ്റായിരിക്കണം, മെൻ്റലി ഫിറ്റായിരിക്കണം, ഫിസിക്കലി ഫിറ്റായിരിക്കണം, അതേപോലെ തന്നെ സ്ട്രാറ്റജിസ്റ്റിക് ആയിരിക്കും. ഒരു ക്യാപ്റ്റനായിട്ടാണ്. അപ്പോൾ ഞാൻ തലേ ദിവസം ഇരുന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഗ്രൗണ്ടിന് ഞാൻ ചിത്രം വരച്ചിട്ട് ഇന്ന ആൾ റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് പ്ലേസ്. അതാണ് ബിസിനസ്സിലും വർക്ക് ചെയ്തുകൊണ്ട്. റൈറ്റ് പേഴ്സൺ നമ്മൾ റൈറ്റ് പ്ലേസിൽ അപ്പോയിൻ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് സക്സസ്. ഇതൊരു ഡെലിഗേഷനാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഇരിക്കുമ്പോഴും ബാക്ക് എൻഡിൽ ബിസിനസ് നടക്കുകയാണ്. സോ ആ ഡെലിഗേറ്റ് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുകയും അയാൾക്കുള്ള അസൈൻമെൻറ്റ് ടാസ്ക്
നിർണ്ണയിക്കുകയും ആ ടാസ്ക് അച്ചീവ് ചെയ്യലാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഇറ്റ്സ് എ 50 ഓവർ മാച്ച്. എൻഡ് ഓഫ് ദ ഡേ വെദർ ഇറ്റ് ഈസ് പിന്നെ നമ്മൾ ജയിക്കുകയോ തോക്കുകയോ എന്നറിയില്ല, സ്റ്റിൽ വിൽ വർക്ക്. അപ്പോൾ ബിസിനസ്സിനും ആവശ്യം പേഷ്യൻസ് ആണ്, ക്രിക്കറ്റിന് ആവശ്യം പേഷ്യൻസ് ആണ്. ക്രിക്കറ്റ് ഈസ് എ ജെൻറ്റിൽമാൻ ഗെയിം, ബിസിനസ് ആൾസോ ഷുഡ് ബി എ ജെൻറ്റിൽമാൻ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരു ബിസിനസ്സിൽ പുതിയതായിട്ട് ഇറങ്ങുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അതായത് ഒരു ഐഡിയ ആണോ പ്രധാനം, പണമാണോ പ്രധാനം, എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്? സ്വാഭാവികമായിട്ടും ഞാൻ പറയുക, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എൻ്റെ ബിസിനസ് 2016 ഞാൻ പ്ലാൻ ചെയ്യുന്നത്. 2017 ഞാൻ കൺസെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2019 ഈ പ്രൊജക്റ്റ് ഓപ്പറേഷൻ. ലാസ്റ്റ് 7 years ആയിട്ട് ഞാൻ ഈ ബിസിനസ്സിലുള്ളൂ. പിന്നെ ഏകദേശം 1000 കോടിയോളം നമ്മളെ ബിസിനസ്സിൽ എന്താണ് ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഒരുപാട് ടേൺ ഓവർ നമ്മൾ ചെയ്ത്. അപ്പോൾ ഇതെന്നൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അന്ന് 5 ലക്ഷം രൂപ വെച്ചിട്ടാണ് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈ ഫസ്റ്റ് ഇൻവെസ്റ്റർ എൻ്റെ ഫാദറിനോട് ഞാൻ ലാൻഡ് വാങ്ങുക, പിന്നീടാണ് ഇൻവെസ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഈ ആശയങ്ങളും അതേപോലെ തന്നെ ഐഡിയ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൊറിക്യാപ്പ് റിസോർട്ട് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ വന്നു, പെട്ടെന്ന് അങ്ങ് നടന്നില്ല. കാരണം നിപ വന്നു, വെള്ളപ്പൊക്കം വന്നു, അങ്ങനെ ഒരുപാട് ചലഞ്ചസ് വന്നു. ഈ ചലഞ്ചസ് വരുമ്പോൾ എങ്ങനെയാണ് അതിനെയൊക്കെ നേരിട്ടത്? ഒറ്റ കാര്യമുള്ളൂ, ഇന്ന് രാത്രി നാളെ പകലാവും എന്നുള്ളതാണ് ആദ്യത്തെ വിശ്വാസം. ഇന്ന് നാളെയും കൂടി ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ ഈ ചലഞ്ചസിനെ നേരിടാൻ എന്താണ്, ഈ ചലഞ്ചസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. എല്ലാ ബിസിനസ്സിലും എന്താണ്, ചലഞ്ച് എക്സ്പെക്റ്റഡ് ആയിരിക്കണം. എല്ലാം നമ്മൾ പ്രോഫിറ്റ് മാത്രമല്ല, ഇതിൽ എന്തൊക്കെ ത്രെട്ട് വരാമെന്നുള്ളതാണ്. ഒരു അപ്രതീക്ഷിതമായ ത്രെട്ടാണ് ഏത് ഫ്ലഡ് എന്ന് വരാൻ. അപ്പോൾ അതിലൂടെ ഞങ്ങൾ എന്താണ് ലേൺ ചെയ്തത്, ക്യാൻ ഹാപ്പൻ അഗെയിൻ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നന്നായിട്ട് റീറ്റെയിനിങ് വാളിലും ആ ബിൽഡിങ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റമാണ് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ നിപ്പ വൈറസ് വന്നു, ഇനി നാളെയും നിപ്പ വൈറസ്. അപ്പോൾ നമ്മളെന്താണ് അക്കൗണ്ടിങ്ങിൽ നമ്മളെന്താണ് ഒരുപാട് ലേണിങ് പഠിച്ചു. റിസർവ് ക്യാപിറ്റൽ നമ്മളെന്താണ് അക്യൂർ ചെയ്യണം നമ്മൾ വരും കാലങ്ങളിൽ നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കൊറോണ വന്നപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ മാർക്കറ്റിൽ എന്താണ് നമ്മളെന്താണ് നന്നായിട്ട് ആ കൊറോണ വന്നപ്പോൾ ഞങ്ങളെന്താണ് 2 തീരുമാനങ്ങളെടുത്തു. ഒന്നുകിൽ ഞങ്ങൾ ഈ കൊറോണ പിടിവിട്ട് മരണപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കേണ്ടി വരും. എന്ത് ചെയ്യുമെന്നുള്ള ക്വസ്റ്റ്യൻ്റെ മുകളിലാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് മാർക്കറ്റിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വയനാട്ടിൽ തന്നെയാണ്, ബ്രദേഴ്സും വയനാട്ടിലാണ്, ബാക്കിയുള്ള എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് ഒരു ടൈം ലൈന് കണ്ടെത്തി. നമ്മളൊരു പ്രൊജക്റ്റ് പ്ലാൻ 6 മാസം കൊണ്ട് അസംഷൻ ചെയ്ത് ഇങ്ങനെ സംഭവിക്കുന്നു. ആ 6 മാസം കഠിനാധ്വാനം ചെയ്ത് മാർക്കറ്റിംഗ് പ്ലാൻ വ്യക്തമായി തയ്യാറാക്കി ആ മാർക്കറ്റ് ഓൺ ആകുമ്പോൾ ഞങ്ങളിത് വെച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതിലൂടെയാണ് ഞങ്ങളെന്താണ് ഇന്ന് ഇരിക്കുന്ന ഈ പൊസിഷനിൽ ഇരിക്കാൻ നമുക്ക് സാധിച്ചത്. എന്താണ് ഇപ്പം ഞാൻ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് സത്യസന്ധത, അർപ്പണബോധം, കഠിനാധ്വാനം, സുതാര്യത, ഇതെല്ലാം കൈപിടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഈ സ്ഥിരോത്സാഹം എന്ന് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഉത്സാഹിക്കുമ്പോൾ മാത്രമാണ് ഒരു ബിസിനസ്സിലേക്ക് സക്സസ് ആവാൻ പറ്റും. വെദർ ഇറ്റ് ഈസ് കൊറോണ വന്ന് ഞങ്ങൾ അവസാന ശ്വാസം വരെ എന്താണ് അധ്വാനിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അധ്വാനിക്കാതെ കഷ്ടപ്പെടുക എന്നുള്ളതല്ല. നമ്മൾ പ്ലാനിങ് ആണ്, സ്ട്രാറ്റജിസ്റ്റാണ്. നമ്മൾ സ്ട്രാറ്റജി വർക്കൗട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഐഡിയകൾ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു എൻ്റർപ്രണർ, ഒരു പ്രൊമോട്ടർ എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടത്. അതുപോലെ എന്താണ് അതിൽ നിന്ന് വന്ന റിസൾട്ടാണ് ഈ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫാമിലി ബിസിനസ്സാണ്, ഫാമിലിയാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു കോൺഫ്ലിക്ട്സ് ഒക്കെ വരുമ്പോഴേക്ക് എങ്ങനെയാണ് അത് പരിഹരിക്കുന്നത്? അത് നമ്മളൊരു സ്ട്രക്ചേർഡ് ആവുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആർക്ക് എന്ത് റോള് എന്നുള്ളതാണ്. റൈറ്റ് പേഴ്സണായിട്ട് റൈറ്റ് പ്ലേസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നെഗോസിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ആ നെഗോസിയേഷൻസിന് എന്താണ് നർമ്മത്തോട് കൂടിയിട്ടും ഒരു പുഞ്ചിരിയോട് കൂടി അതൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അറ്റ് ദ സെയിം ടൈം എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും ഒരു ഫാമിലിയിൽ വന്ന ആൾക്കാരാണ്, ഞാനും നിങ്ങളും എല്ലാവരും. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവരും ഒരേപോലെ കാണാനുള്ള ഒരു മനസ്ഥിതിയും കൂടി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അത് കാസ്റ്റ് ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, എന്താണ് ഇതിൻ്റെയൊക്കെ ഒറിജിന് ഒരു സ്ഥലത്തു നിന്നാണ്, പിന്നീടാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ അതെല്ലാം ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ഫാമിലി, എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ കൂടെയുള്ള എല്ലാവരും എൻ്റെ ഫാമിലിയാണ്. ദൈവം ഒരു നിയോഗം പോലെയാണ് നമുക്കൊക്കെ ഈ അവസരങ്ങൾ തന്നത്. അപ്പം നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളും ദൈവം എല്ലാം കാണിച്ചു തരില്ല. കാണിച്ചു തരുന്ന ആളുകളൊക്കെ എന്താണ് എൻ്റെ മനസ്സങ്ങനെയാണ് പറയാറ്. ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ എൻ്റെ മുന്നിൽ ദൈവം ഇതാണ് കാണിച്ചത്, ഞാനത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ആ ബുദ്ധിമുട്ടുകൾ പോലെ തന്നെ എന്താണ് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എൻ്റെ കഴിവുകളിൽ വിശ്വസിക്കുന്നുണ്ട്. ആ കഴിവുകൾ വിശ്വസിക്കുന്നത് ഞാൻ അടങ്ങി നിൽക്കാനല്ല, എൻ്റെ കഴിവുകൾ മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവുക എന്നുള്ളതാണ്. ആ യൂസ്ഫുൾ ആവുക എന്നുള്ളത് ഞാൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും എനിക്ക് 1-2 സ്ഥാപനങ്ങൾ ചെയ്താലും വളരെ ഭംഗിയായിട്ട്. എന്തുകൊണ്ട് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾ, ഇപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 600-ൽ പരം
എംപ്ലോയീസാണ് നമ്മൾ കൂടുതൽ. അതിൻറ്റു എന്തായാലും മിനിമം 4 വെച്ച് നോക്കിയാൽ അത്രയും ഫാമിലി വളരെ ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ള സന്തോഷമാണ് ഈ ഒരു ബിസിനസ്സിലൂടെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്. കേരളം എയ്സ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതാണെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ദുബായിലും ബിസിനസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ കേരളത്തിലൊരു ബിസിനസ് അന്തരീക്ഷത്തെ എങ്ങനെയാണ് കാണുന്നത്? ശരി, കേരളത്തിൽ എൻ്റെ അനുഭവമാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പലർക്കും പല അനുഭവങ്ങളും പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മളൊരു പ്രോപ്പർ ചാനലിലാണെങ്കിൽ എന്താണ് ഇതിലൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ദുബായിൻ്റെ അത്ര ഒരു ഫാസ്റ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റർ അല്ല. എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ ടെക്നോളജി, ഇപ്പോൾ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റമൊക്കെ എന്താണ് നമുക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. ലൈക്ക് നമ്മളെ വില്ലേജ് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒരു ലാൻഡ് വാങ്ങുമ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് വില്ലേജ് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, പഞ്ചായത്ത് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്, അപ്രൂവൽ അവിടെ പോകണം. അത് കഴിഞ്ഞിട്ട് ലാൻഡിൻ്റെ കാര്യങ്ങളിലൊക്കെ ലാൻഡ് ട്രിബ്യൂണൽ ഉണ്ട്, കലക്ടറേറ്റ് ഉണ്ട്, അങ്ങനെ വിവിധ GST ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ അത്തരം ഒരു ചെറിയൊരു ടൈമിലുണ്ടാകുന്ന വ്യത്യാസം ഒഴികെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയല്ല. ഇപ്പം നമ്മളിപ്പോൾ ദുബായിലാണെങ്കിൽ ഒറ്റ പേപ്പറുണ്ട്, ഒറ്റ കടലാസ് കൊണ്ട് ബിസിനസ്സിലെല്ലാം ബാങ്ക് അക്കൗണ്ട് മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടുവരാം. അപ്പോൾ ഒരു ചെറിയൊരു ടൈം ലൈൻ എടുക്കുമെങ്കിലും ബിഗസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. ആ കേരളം അല്ല, ഇന്ത്യ തന്നെയാണ് ഏറ്റവും വൺ ഓഫ് ദ ബിഗസ്റ്റ് മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യ തന്നെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ ബിസിനസ് എല്ലായിടത്തും ഉണ്ടാവും. വളരെയധികം നന്ദി ഇത്ര നേരം നമുക്കിപ്പോൾ സമയം ചെലവിട്ടതിന്. താങ്കൾ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്നൊരു വീണ്ടും ഒരു IPOയ്ക്കുള്ള അവസരം ഒരുങ്ങട്ടെ. വളരെ നന്ദി. താങ്ക് യു.